3GB റാം 64GB മെമ്മറി ഇൻഫിനിക്സ് സ്മാർട്ട്. ഹലോ ഷേമരെ, എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു അടിപൊളി ഫോണായിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് സാധാരണക്കാർക്കും, അതായത് വീട്ടിൽ പ്രായമുള്ള ആൾക്കാർ, അതുപോലെ ഒരുപാട് യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ വിലക്കുറവിൽ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സേഫ്റ്റി കവറിലാണ് നമ്മൾ ഫോൺ വരുന്നത്. ഫോൺ വെക്കാൻ നമ്മൾ നിൽക്കട്ടെ. ബാക്കി നമ്മൾ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ബോക്സിൽ എല്ലാ ബോക്സിലും വരുന്ന പോലെ തന്നെ ഒരു പേപ്പർ കാണുന്നുണ്ട്. ഇതൊരു വാറണ്ടി പേപ്പറാണ്. പിന്നെ സിം ഇഞ്ചക്ടർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറും വരുന്നുണ്ട്. സാധാരണ എല്ലാ ബോക്സിലും സിലിക്കോൺ കവറാണ് വരാറുള്ളത്. പക്ഷേ ഇതൊരു ഫൈബർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അടിപൊളി കവറാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമ്മളെ ഫോണിന് കുറച്ച് സേഫ്റ്റി ഉണ്ടാവും. മറ്റേ സിലിക്കോൺ കവറിൻ്റെ പോലെ തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു മോശം കളർ വരുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളി കവർ വരുന്നുണ്ട്. പിന്നെ ഈ കവറിൻ്റെ ഈ സൈഡിലായിട്ട്, ഈ ലാസ്റ്റ് സൈഡിലായിട്ട് ഡിസൈനഡ് ബൈ ഇൻഫിനിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനൊരു പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അഡാപ്റ്റർ 10 വാട്ട്സിൻ്റെ 5 വോൾട്ട് 2 ആംപിയറിൽ വരുന്ന ഒരു അടിപൊളി അഡാപ്റ്ററാണ്. ഫാസ്റ്റ് അല്ല, നോർമൽ ചാർജിങ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്തൊരു കേബിളാണ് വരുന്നത്. പിന്നെ ഒരു സിം ഇഞ്ചക്ടറും വരുന്നുണ്ട്. എല്ലാ ഫോണിലും ഉള്ള പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മളെ ഫോൺ നല്ല അടിപൊളി ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന നല്ലൊരു അടിപൊളി ഫോണാണ്. ഇൻഫിനിക്സ് സ്മാർട്ട്. 3GB റാം 64GB മെമ്മറി. പിന്നെ ഇതിൻ്റെ 2-3 വേരിയൻ്റ് അവൈലബിൾ ആണ്. 4GB റാം 128GB മെമ്മറി, അതുപോലെ 4GB റാം 256GB മെമ്മറിയും വരുന്നുണ്ട്. പിന്നെ ഇതൊരു സാധാരണ ഫോണാണ്. ഒരുപാട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അതുപോലെ ഗെയിം കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് എടുക്കരുത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നോർമൽ യൂസേജിന് പറ്റുന്നൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ഇത് ഇങ്ങനത്തെ ഫോണുകളൊക്കെ മേടിക്കുക. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് 5000 mAh ഒക്കെ വരുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടും. കാരണം അവരങ്ങനെ ഇന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു ദിവസമോ 2 ദിവസമൊക്കെ കിട്ടാവുന്നതാണ്. ഫ്രണ്ട് ക്യാമറ 8 MP ക്യാമറയാണ്. അതുപോലെ ബാക്ക് ക്യാമറയും 8 MP ക്യാമറയാണ്. ഈ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ പറയുന്നത് ഒക്ടാ കോറാണ്. ഇത് 2 കോർ വരുന്നുണ്ട്. കോർടെക്സ് A55 A75 വരുന്നുണ്ട്. A55 വരുന്നത് നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A75 വരുന്നത് ഇതിന് ഹൈ പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് AI പോലത്തെ സോഫ്റ്റ്വെയർ, അതുപോലെ കുറച്ചും കൂടി നല്ല ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ടാണ് A75 വരുന്നത്. പിന്നെ ഡ്യുവൽ സിം ആണ് വരുന്നത്. പിന്നെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് 15 വാട്ട്സ് സ്പീഡിൽ വരെ നിങ്ങൾക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ 15 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 20 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോൺ പറയുന്നത് ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ വെള്ളത്തിലിടരുത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറും. ഇത് സ്പ്ലാഷ്, അതായത് വെള്ളം തെറിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് മഴ കൊണ്ടാലോ ഒന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ച് വെള്ളത്തിലിട്ട് ഷൂട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്. കാരണം പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. പിന്നെ അത് നിലത്ത് വീഴുന്ന സമയത്ത് ഒരു 1.5 മീറ്ററിൻ്റെ മുകളിൽ നിന്ന് വരെ ചാടിയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത്. എന്ന് വിചാരിച്ച് അതും നിങ്ങളൊന്നും ട്രൈ ചെയ്യരുത്. കാരണം കായെടുത്ത് പൈസ അറിയുന്നത് നിങ്ങളതാണ്. കായെടുത്ത് വാങ്ങിയ സാധനങ്ങൾ നിലത്ത് വീണ് ട്രൈ ഒന്നും ചെയ്യരുത്. പിന്നെ നല്ല പൈസയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോണൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിലത്ത് ഒന്ന് ഇട്ട് നോക്കുക, അതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുഴങ്ങി സുഹൃത്തുക്കളെ കുഴങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.